ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീവ് അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് നാടകത്തെക്കുറിച്ചായിരുന്നു. രണ്ടുപേരുടെ നാടകം നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. ജയശങ്കർ പ്രസാദ്, മോഹൻ രാകേഷ്. അതോടൊപ്പം തന്നെ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, അദ്ദേഹത്തിൻ്റെ നാടകത്തെ കൂടി ഇന്ന് ഈ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുകയാണ്. നാടകവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് അത് ചോദിക്കുന്നത്, ഓരോ നാടകവും അതിൻ്റെ പ്രത്യേകതയും അതിലെ കഥാപാത്രങ്ങളും നാം അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ബന്ധപ്പെടുത്തി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ബോർഡിൽ എഴുതിയത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. 1 മുതൽ 14 വരെ എഴുതിയിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ജയശങ്കർ പ്രസാദിൻ്റെ നാടകമാണ്. 1 സജ്ജൻ. 14 നാടകം നമ്മൾ പഠിച്ചു. സജ്ജൻ, കല്യാണി പരിണയ്, കരുണാലയ്, പ്രായശ്ചിത്ത്, രാജശ്രീ, വിശാഖ്, അജാതശത്രു, കാമന, സ്കന്ദഗുപ്ത്, ചന്ദ്രഗുപ്ത്, ധ്രുവസാമിനി, ഏക് ഗുണ്ട്, അഗ്നിമിത്ര, ജനമേജയ് കാ നാഗയജ്ഞ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഈ നാടകത്തിനെയൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി പോവുകയാണ് ചെയ്യുന്നത്. ഈ സജ്ജൻ എന്ന് പറയുന്ന നാടകത്തിൽ യുധിഷ്ഠിരൻ്റെ കഥയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. കല്യാണി പരിണയ് എന്ന് പറയുന്നതിൽ കല്യാണിയുടെ പരിണയം, അത് തന്നെയാണ് ആ നാടകത്തിൻ്റെ ഇതിവൃത്തം. കരുണാലയ് എന്ന് പറയുന്ന നാടകത്തിൽ ആരാണ്? ഹരിശ്ചന്ദ്ര ദെൻ വിശ്വാമിത്ര. ഹരിശ്ചന്ദ്രും വിശ്വാമിത്രൻ്റെയും കഥയാണ് കരുണാലയത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രായശ്ചിത്ത് എന്ന് പറയുന്നത് പ്രായശ്ചിത്തമാണ് ആ നാടകത്തിൽ കാണുന്നത്. ആരുടെ പ്രായശ്ചിത്തമാണ് നമ്മൾക്കതിൽ കാണാൻ പറ്റുന്നത്? ജയചന്ദ്രൻ്റെ പ്രായശ്ചിത്തമാണ്. അപ്പോൾ അതിലെ കഥാപാത്രങ്ങളെ ഓർത്തു വെക്കുക. പ്രായശ്ചിത്ത്, ജയചന്ദ്ര. രാജശ്രീ, ഹർഷവർദ്ധൻ്റെ സഹോദരിയാണ്. അതിൻ്റെ കഥയാണ് രാജശ്രീ എന്ന് പറയുന്ന നാടകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 6-മത്തത് വിശാഖ് എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയാണ്. തക്ഷശില സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥി. അതിൻ്റെ കഥയാണ് വിശാഖിൽ നമ്മൾ കാണുന്നത്. കാമന പ്രതീകാത്മക സമസ്യാമൂലക് നാടകമാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. പ്രതീകാത്മക് സമസ്യാമൂലക് നാടക് ഹെ കാമന. അതേപോലെ പിന്നെ എഴുതിയിരിക്കുന്നത് സ്കന്ദഗുപ്ത്, ചന്ദ്രഗുപ്ത്, ഇതൊക്കെയുണ്ട്. സ്കന്ദഗുപ്ത് നാടകം നമുക്കറിയാം. 928 പ്രകാശനം ചെയ്ത 5 ഭാഗങ്ങളുള്ള 33 സീനുള്ള നാടകമാണ്. അതിലെ പ്രധാന നായകൻ എന്ന് പറയുന്നത് സ്കന്ദഗുപ്ത്, യുവരാജാവാണ് അദ്ദേഹം. പിന്നെ കുമാർ ഗുപ്ത് ഉണ്ട്. അദ്ദേഹം മഗധിലെ ചക്രവർത്തിയായി കുമാർ ഗുപ്ത് ഉണ്ട്. ഗോവിന്ദ് ഗുപ്ത് ഈ കുമാർ ഗുപ്തിൻ്റെ സഹോദരനാണ്. അതിലെ സ്ത്രീ കഥാപാത്രങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ദേവകി അത് സ്കന്ദഗുപ്തിൻ്റെ അമ്മയാണ് ദേവകി. അതേപോലെ അനന്ത് ദേവി, അത് കുമാർ ഗുപ്തിൻ്റെ ചോട്ടി റാണിയാണ് അനന്ത് ദേവി. ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് അതിൽ കാണാൻ പറ്റും, ഇപ്പോൾ പറഞ്ഞു. അതേപോലെ ചന്ദ്രഗുപ്ത്, 10-മത്തെ നാടകം ചന്ദ്രഗുപ്ത്, അത് 4 ഭാഗങ്ങളായി 44 സീനുള്ള വലിയ നാടകമാണെന്ന് മനസ്സിലാക്കുക. അത് 1-മത്തെ ഭാഗത്തിൽ 11 സീനാണ്, 2-ൽ 10, 3-മത്തതിൽ 9, 4-ൽ 14, അങ്ങനെ ടോട്ടൽ 44 സീനുള്ള വലിയ നാടകമാണ് ചന്ദ്രഗുപ്ത് എന്ന് പറയുന്നത്. അതിലെ കഥാപാത്രങ്ങൾ 18 പുരുഷ കഥാപാത്രങ്ങളുണ്ട്, 8 സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. പ്രധാനപ്പെട്ട അതിലെ നായകൻ അല്ലെ കഥാപാത്രം എന്ന് പറയുന്നത് ഒന്ന് വിഷ്ണുഗുപ്ത് കേട്ടോ. അത് ആയതാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ നിർമ്മാതാവായി അതിൽ കാണുന്ന ചാണക്യാണ് വിഷ്ണുഗുപ്ത്. അതേപോലെ ചന്ദ്രഗുപ്താണ് നാടകത്തിൻ്റെ പേര്. അദ്ദേഹമാണ് മൗര്യ സാമ്രാട്ടായി വേഷമിട്ടിരിക്കുന്നത്. മൗര്യ സാമ്രാട്ട്. പിന്നെ നന്ദ് എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. അദ്ദേഹം മഗധിലെ ചക്രവർത്തിയാണ്. അത്രയും ഓർത്തു വെക്കുക. ചന്ദ്രഗുപ്ത്, നന്ദ്. സ്ത്രീ കഥാപാത്രമുണ്ട്. സ്ത്രീ കഥാപാത്രം ഒന്ന് അളക, അത് തക്ഷശിലയിലെ രാജകുമാരിയാണ്. സുവാസിനിയുണ്ട്. കല്യാണി മഗധിലെ രാജകുമാരിയാണ്. പിന്നെ ലീല എന്നൊക്കെ പറഞ്ഞ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഈ കല്യാണിയുടെ കൂട്ടുകാരികളൊക്കെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കഥാപാത്രം അളക, കല്യാണി, ഇത്രയൊക്കെ ഓർത്തു വെക്കുക.
11ാമത്തെ നാടകം ധ്രുവസാമിനിയാണ്. ധ്രുവസാമിനിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് എന്താണ്? അത് ആധുനിക നാരീക്ക് സംബന്ധ് വിച്ഛേദ് और പുനർവിവാഹ കാ ചിത്രം കിയാ ഹെ. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ് ഈ ധ്രുവസാമിനിയിൽ കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ സ്ത്രീകളുടെ കല്യാണവും അതിൻ്റെ വിവാഹമോചനവും പിന്നെ അതുമായിട്ടുള്ള പുനർവിവാഹവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ധ്രുവസാമിനി ചർച്ച ചെയ്യുന്നത്. ഇത്രയും നാം ഓർത്തു വെക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട് മോഹൻ രാഗേഷിൻ്റെ നാടകമല്ലാത്തത് ഏത്. അപ്പോൾ ഈ 14 നാടകം നമ്മൾ ഓർത്തു വെക്കുക. ഇനി പറയാനുള്ളത് 4 നാടകം ആഷാഢ് കാ ഏക് ദിൻ, ലഹരോം കെ രാജഹംസ്, ആധേ അധൂരെ, പൈരോം തലോം കി ജമീൻ. അത് മോഹൻ രാഗേഷിൻ്റെ ആണ്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു, എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ താഴെ നമ്മൾ പറയാത്ത ഒരു 1 മുതൽ 7 വരെ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ആരുടെ നാടകമാണ് എഴുതിയിരിക്കുന്നത്? നമ്മൾ ചർച്ച ചെയ്യാത്ത ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റെ 7 നാടകങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ദേശപ്രേം, ന്യായ്, ത്യാഗ്, ഉദാരത ഇതൊക്കെ മേലിച്ച് നിൽക്കുന്ന നാടകമാണ്. അതുകൊണ്ട് മാനവീയ മൂല്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നാടകങ്ങളൊക്കെയാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ഹിന്ദിയിലെ പ്രഥമ നാടകകാരെന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു എന്ന് പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു നാടകം ഞാൻ അവിടെ എഴുതിയിരിക്കുന്നു. 1 കാണുന്നുണ്ടല്ലോ. 1 വൈദേഹി ഹിംസ ന ഭവതി. വൈദേഹി ഹിംസ ന ഭവതി. അത് മാംസഭക്ഷണത്തെയൊക്കെ എന്താ പറയുക, വ്യംഗ്യാത്മക ശൈലിയിലുള്ള നാടകമാണ്. ഇദ്ദേഹത്തിൻ്റെ അധിക നാടകവും എന്താണ്? വ്യംഗ്യാത്മക് നാടകമാണ്. രണ്ടാമത്തത് പ്രേമയോഗിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേമയോഗിനി അത് കാശി കെ ധർമ്മ ആഡംബർ और वहीं के बोली അതൊക്കെയാണ് അതിലെ ആ നാടകത്തിലെ ഇതിവൃത്തം. അതും എന്താണ്? വ്യംഗ്യാത്മക് നാടകമാണ്. പിന്നെ 3ാമത് എഴുതിയിരിക്കുന്ന ചന്ദ്രാവലി എന്ന് പറയുന്നത് വൈഷ്ണവ ഭക്തി പർ ലിഖാ ഹെ. വൈഷ്ണവ ഭക്തിയിൽ എഴുതിയിരിക്കുന്ന നാടകമാണ് ചന്ദ്രാവലി. ഓർത്തു വെക്കുക, ചന്ദ്രാവലി. 4ാമത്തത് അന്തേർ നഗരി. ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അന്തേർ നഗരി. ഹരിശ്ചന്ദ്ര ഭാരതേന്ദു ഹരിശ്ചന്ദ്ര കാ നാടക് അന്തേർ നഗരി എന്ന് പറയുന്നതിൽ എന്താണ്? രാജ്യവ്യവസ്ഥ കാ ചിത്രം ഹെ, സ്വാർത്ഥത, അതോണം എന്താ പറയുക, ഭ്രഷ്ടാചാർ, വിവേകഹീനത ഇതൊക്കെ എടുത്തു കാണിച്ചിരിക്കുന്ന നാടകമാണ് അന്തേർ നഗരി. നീൽ അതിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? നാരി വ്യക്തിത്വ കാ പ്രതിരൂപ്. ഒരു സ്ത്രീ വ്യക്തിത്വത്തിൻ്റെ പ്രതിരൂപമാണ് ആ നാടകത്തിൽ നേലിച്ച് നമ്മൾ കാണുന്നത്. 6ാമത്തെ നാടകം പറഞ്ഞിരിക്കുന്നത് ഭാരത് ദുർദശ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഭാരത് ദുർദശ. ഭാരതത്തിലെ പരാധീനത, അതേപോലെ ഭാരതിക്ക് ആർത്തിക് സ്ഥിതി, സാമാജിക് സാംസ്കൃതിക് അധപ്പതൻ ഇതൊക്കെയാണ് ഭാരത് ദുർദശ എന്ന് പറയുന്ന നാടകത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. 7ാമതൊരു നാടകം അവിടെ കൊടുത്തിരിക്കുന്നത് സതി പ്രതാപ്. അത് സാവിത്രിക്ക് പൗരാണിക് ആഖ്യാൻ. അതാണ് ആ നാടകത്തിൽ നമ്മൾ കാണുന്നത്. സാവിത്രിക്ക് പൗരാണിക് ആഖ്യാൻ. ഇപ്പോൾ ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റെ പ്രധാനപ്പെട്ട 6-7 നാടകങ്ങളുണ്ട്. അത് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. എങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ജയശങ്കർ പ്രസാദിൻ്റെയും മോഹൻ രാഗേഷിൻ്റെയും നാടകം തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ജയശങ്കർ പ്രസാദിൻ്റെ നാടകം അത് ചോദിക്കുന്ന രീതി വിശദമായിട്ട് നമ്മൾ പറഞ്ഞു. ഇന്ന് മോഹൻ രാഗേഷിൻ്റെ 4 നാടകം അത് ഓർത്തു വെക്കാനുള്ള കോഡ് നമുക്ക് പഠിക്കാം. അതേപോലെ അതിൻ്റെ പ്രത്യേകതകൾ, അതോടൊപ്പം തന്നെ എങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇതും നാം അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നാടകം ബൈഹാർട്ടാക്കി പോയതുകൊണ്ട് മാത്രം ആൻസർ എഴുതാൻ നമുക്ക് സാധിക്കില്ല. പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നും കൂടി കൃത്യമായി നാം അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഈ 4 നാടകങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യനിൽ നമ്മൾ കാണുന്നതാണ്. 3-4 വർഷത്തെ ക്വസ്റ്റ്യനിലെ മോഹൻ രാഗേഷിൻ്റെയും ജയശങ്കർ പ്രസാദിൻ്റെയും നാടകങ്ങളെപ്പറ്റി ചോദിക്കാത്ത
ക്വസ്റ്റ്യൻ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു ചോദ്യം ഇങ്ങനെയാണ്, കാളിദാസ് കെ ജീവൻ കെ ആധാർ പർ കാളിദാസ് കെ ജീവൻ പർ ആധാരിത് നാടക് കോൺസാ ഹെ. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കാളിദാസിൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നാടകം ഏതാണ് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ കാണുന്നത് ആഷാഢ് കാ ഏക് ദിൻ, ആഷാഢ് കാ ഏക് ദിൻ മോഹൻ രാഗേഷ് കാ ഡേഷ് നാടക് ഹെ. ഡേഷ് നാടക് എന്ത് നാടകമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ആ 4 നാടകത്തിൻ്റെ പ്രത്യേകത ഒന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആഷാഢ് കാ ഏക് ദിൻ, ലഹരോं के രാജഹംസ്, അതേപോലെ ആധേ അധൂരെ, പൈരോൻ തലേ കി ജമീൻ. പൈരോൻ തലേ കി ജമീൻ. ഈ 4 നാടകത്തിൻ്റെ പ്രത്യേകത. ഞാനിന്ന് കുറച്ച് ക്ഷീണമുണ്ട്, അതുകൊണ്ടാണ് മുന്നിൽ വന്ന് പറയാത്തത്. കോൾഡ് പിടിച്ചിട്ട് നോക്കിക്കോളൂ. മോഹൻ രാഗേഷിൻ്റെ നാടകത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ആഷാഢ് കാ ഏക് ദിൻ. അതിൻ്റെ പ്രത്യേകത അത് നിങ്ങൾ കൃത്യമായി ഓർത്ത് വെക്കുക. ആഷാഢ് കാ ഏക് ദിൻ എന്ന് പറയുന്നത് കവി കാളിദാസൻ്റെ ജീവിതത്തെപ്പറ്റി എഴുതിയിരിക്കുന്ന നാടകമാണ്. അപ്പോൾ നമുക്ക് അതിലെ കഥാപാത്രത്തെ കിട്ടി. ആഷാഢ് കാ ഏക് ദിൻ കൃത്യമായി ഓർത്ത് വെക്കുക. ലഹരോं के രാജഹംസ്, ലഹരോं के രാജഹംസ് അതിലെ കഥാപാത്രം ആരാണ്? ബുദ്ധ് കെ ബ്രാത, ബുദ്ധ് കെ ബായി നന്ദ്. നന്ദ് എന്ന് പറയുന്ന ആളുടെ എന്താണ് കഥയാണ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ബുദ്ധൻ്റെ സഹോദരൻ നന്ദനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നാടകമാണ് ലഹരോं के രാജഹംസ്. ഓർത്തു വെക്കുക. ആധേ അധൂരെ, ആധേ അധൂരെ അതിലെ കഥാപാത്രം മഹേന്ദ്രനാഥ്. അത് ഒരു അഭിനേതാവിനെ കൊണ്ട് തന്നെ 5 ഭൂമിക അവതരിപ്പിച്ചിരിക്കുന്ന നാടകമാണ് ആധേ അധൂരെ. അത് മഹേന്ദ്രനാഥാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കുക. പൈരോൻ തലോം കി ജമീൻ, പൈരോൻ തലോം കി ജമീൻ 4ാമത്തെ നാടകം. അതിൻ്റെ പ്രത്യേകതയാണ് മോഹൻ രാഗേഷിൻ്റെ അധൂര നാടക്. അധൂര നാടക്. അപ്പോൾ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, മോഹൻ രാഗേഷ് കാ അധൂര നാടക് കോൺസാ ഹെ. അങ്ങനെ ചോദിച്ചിരിക്കുന്നു. മോഹൻ രാഗേഷ് കാ അധൂര നാടക് കോൺസാ ഹെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ 2-3 ലഘുനാടകം അത് നമ്മൾ പറയുകയുണ്ടായി. അത് ഓർത്ത് വെക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കാളിദാസ് കെ ജീവൻ പർ ആധാരിത് നാടക് കോൺസാ ഹെ. ഓപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും. കാളിദാസൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നാടക് എന്ന് പറയുന്നത് സംശയമില്ല ആഷാഢ് കാ ഏക് ദിൻ ഹെ. ഇൻമേ കോൺസാ ജയശങ്കർ പ്രസാദ് കാ നാടക് നഹി ഹെ. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ആഷാഢ് കാ ഏക് ദിൻ മോഹൻ രാഗേഷ് കാ ഡേഷ് നാടക് ഹെ. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ആഷാഢ് കാ ഏക് ദിൻ മോഹൻ രാഗേഷ് കാ ഡേഷ് നാടക് ഹെ. ഡേഷ് നാടക് എന്ത് നാടകമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ത് നാടകമാണ്? ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പഹല, ദൂസര, തീസര, ഇൻമേ സെ കോയി നഹി. ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ആഷാഢ് കാ ഏക് ദിൻ മോഹൻ രാഗേഷ് കാ ഡേഷ് നാടക് ഹെ. ഞാൻ ഒന്ന് അങ്ങോട്ട് വരാം. ഇത് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഇതൊന്ന് ഉറപ്പിച്ച് പഠിക്കാം. മോഹൻ രാഗേഷിൻ്റെ ഇതൊന്ന് നമുക്ക് ഉറപ്പിച്ച് പഠിക്കാം അല്ലേ. നല്ല ആഷാഢ് കാ ഏക് ദിൻ മോഹൻ രാഗേഷ് കാ ഡേഷ് നാടക് ഹെ. എന്നിട്ട് അതിന് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് 1 പഹല, 2 ദൂസര. എഴുതുന്നത് കാണുന്നുണ്ടോ? പഹല, ദൂസര. പിന്നെ 1 തീസര. മറ്റൊരു ഓപ്ഷൻ ഇൻമേ സെ കോയി നഹി. ഇൻമേ സെ കോയി നഹി. ഇതിൽ ഏതുമല്ല എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആഷാഢ് കാ ഏക് ദിൻ മോഹൻ രാഗേഷ് കാ ഡേഷ് നാടക് ഹെ.
ആദ്യത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് ഇതിൽ ഏതുമല്ല എന്നാണ്. അപ്പോൾ നമ്മൾ അതിന് ആൻസർ കിട്ടണമെങ്കിൽ ഇത് ആഷാഢ് കാ ഏക് ദിൻ അദ്ദേഹം രചിച്ചിരിക്കുന്നത് 958 ഈ നാടകം 958 മനസ്സിലാക്കുക. ലഹരോം കെ രാജഹംസ് ഇത് നമ്മളത് ക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് അദ്ദേഹം രചിച്ചിരിക്കുന്നത് 63 963. ആധേ അധൂരെ വന്നിരിക്കുന്നത് 969. പൈരോൻ തലോം കി ജമീൻ ഇതാണ് അദ്ദേഹത്തിൻ്റെ അധൂര നാടക് അത് 975. അപ്പോൾ ഈ ഇയർ ഓർത്ത് വെച്ചാൽ നമുക്ക് പഹല, ദൂസര, തീസരയൊക്കെ ആണോ അല്ലേന്നൊക്കെ കിട്ടും. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇത് തന്നെ തിരിച്ചും മറിച്ചും 2017 ചോദിച്ചിട്ടുണ്ട്. ആഷാഢ് കാ ഏക് ദിൻ മോഹൻ രാകേഷ് കാ ഡേഷ് നാടക് ഹെ. നേരെ തിരിച്ച് ചോദിച്ചു കാളിദാസ് കിസ് നാടക് കാ പാത്ര ഹെ ചോദിച്ചിട്ടുണ്ട്. കാളിദാസ് കിസ് നാടക് കാ പാത്ര ഹെ ഏത് വർഷം അത് ചോദിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട്. 2020 ഫെബ്രുവരിന് ചോദിച്ചിരിക്കുന്നു. കാളിദാസ് ഏതിലെ കഥാപാത്രമാണ്? പിന്നെ മോഹൻ രാകേഷ് കാ നാടക് ആഷാഢ് കാ ഏക് ദിൻ കാ നായക് ആരാണ്? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. ആഷാഢ് കാ ഏക് ദിൻ കവി കാളിദാസ് ആണെന്ന് മനസ്സിലാക്കുക. അതേപോലെ പൈരോൻ തലോം കി ജമീൻ അത് മോഹൻ രാകേഷ് കാ അധൂര നാടക് ഹെ. അപ്പോൾ ജയശങ്കർ പ്രസാദ്, മോഹൻ രാകേഷ് ഇവരുടെ നാടകത്തെക്കുറിച്ചിട്ടുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ 4 നാടകങ്ങൾ ഇതിനൊക്കെ കോഡുണ്ട്, പല ജാതി കോഡുകളുണ്ട്. ഒന്നല്ല 2ഉം 3ഉം തരത്തിലുള്ള. ചിലർക്ക് ചില കോഡുകൾ എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ പറ്റും, ചിലർക്ക് വേറെ കോഡുകളായിരിക്കും. അങ്ങനെ ഓരോ കോഡുകൾ ഓരോ ട്രിക്ക് ഉണ്ടാക്കിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഇത് നിൽക്കുള്ളൂ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഇത് മറന്നു പോകണ്ട. മോഹൻ രാകേഷിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇത് നോക്ക്, ആഷാഢ്, ലഹർ, ആദേ, പയർ ഇത് ഇങ്ങോട്ടൊരു കോഡാക്കിയിട്ട് ട്രിക്കാക്കിയിട്ട് നമുക്ക് പഠിക്കാം. ഇങ്ങനെ പറയാം, മോഹൻജി ആ കഥാപാത്രം കൂടി നമ്മൾ പഠിച്ചു നോക്കുക, എന്നാലിതിന് നമ്മൾ മറന്നു പോകില്ല. എങ്ങനെ? മോഹൻജി ആഷാഢ് കി ലഹരോ മേ ആദേ പയർ ദുബായ് അല്ലെ ഡാല എന്തെങ്കിലും പറയാം. എങ്ങനെ? മോഹൻ രാകേഷ് ആഷാഢത്തിലെ തിരമാലകളിൽ ആധേ പയർ പകുതി കാലം കൊണ്ട് മുക്കി എന്നങ്ങോട്ട് പറയാം. കണ്ടോ? അപ്പോൾ ഇത് ഓർത്തു വെച്ചാൽ മറന്നു പോകില്ല, എഴുതണം. എന്താണ്? മോഹൻജി പറയാം, ഇത് സിമ്പിളാണ്. ഇതാ ഈ ഓർഡറിൽ തന്നെ പഠിച്ചാൽ മതി. മോഹൻജി ആഷാഢ് കി ലഹരോ മേ ആധേ പയർ ദുബായ. മോഹൻജി ആഷാഢ് കി ലഹരോ മേ ആധേ പയർ ദുബായ നാടകം. ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നത്. ഈ സംഗതികൾ ഓർത്തു വെച്ചാൽ നാടകവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കുറേ വൈഡായി ഇങ്ങനെ പഠിച്ചു പോയിട്ട് അതിലിങ്ങനെ കയറിപ്പോകുന്നതിൽ നിന്ന് അതിൽ നിന്നിങ്ങനെ സാധനങ്ങൾ എടുത്തു കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടി യോജിപ്പിക്കാൻ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളാണ് ഇന്ന് ഈ ബോർഡിലും ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. പരീക്ഷയ്ക്ക് ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ പോലെ കാണുന്നത് നല്ലതായിരിക്കും. വർണ്ണമാല സംബന്ധമായ ക്ലാസ് ലാസ്റ്റ് ഒരു വീഡിയോ വിട്ടിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോന്നും ഉറപ്പിച്ച് പഠിച്ചിട്ട് എക്സാമിന് പോവുക. നല്ല രീതിയിൽ എക്സാം എഴുതുക. എല്ലാവർക്കും ഈ തവണത്തെ കേട്ടറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. കേട്ടറ്റ് എക്സാമിന് ശേഷം നിങ്ങൾ ചാനൽ സന്ദർശിക്കുക. കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. കുറേ പേര് സാറിൻ്റെ നമ്പർ കിട്ടുമോ, ക്ലാസ് കിട്ടുമോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കേട്ടറ്റ് എക്സാമിന് ശേഷം നിങ്ങൾ ഈ ചാനൽ സന്ദർശിക്കുക. തീർച്ചയായും എൻ്റെ ഡീറ്റെയിൽസും എൻ്റെ നമ്പറൊക്കെ ഞാനപ്പോൾ പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.